ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുകയാണ്. ഈ PM ശ്രീ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തണമെന്നും വേണ്ടെന്നുമുള്ള ചർച്ചകൾ നമ്മൾ കുറച്ചു ദിവസങ്ങളായി കേൾക്കുന്നുണ്ട് അല്ലേ? ഇതിൽ കഥയറിയാതെ അഭിപ്രായം പറയുന്നവരും കേൾക്കുന്നവരുമാണ് കൂടുതൽ. ഇനി കഥയറിഞ്ഞ് അഭിപ്രായം പറയാം. നമുക്ക് എന്താണ് PM ശ്രീ പദ്ധതി എന്ന് നോക്കാം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കേരളത്തിൽ ഭരണമുന്നണിയായ LDFിനുള്ളിൽ പോലും അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായി. പദ്ധതിയിൽ ചേരുന്നതിനെതിരെ ആദ്യം തന്നെ ശക്തമായ എതിർപ്പുയർത്തിയത് LDFിലെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയായ CPI ആയിരുന്നു. PM ശ്രീയിൽ ചേരില്ലെന്ന് മാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച LDF സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും അതിൽ നിന്നും പിന്നോട്ട് പോയതിൽ ഒരുപാട് വിമർശനങ്ങളാണ് ഉണ്ടായത്. കേന്ദ്ര ഫണ്ടുകൾ വേണ്ടെന്ന് വെക്കാനാകില്ല എന്നാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്താണ് PM ശ്രീ പദ്ധതി? 2020 നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 2022 സെപ്റ്റംബർ 7 അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM ശ്രീ. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും മികച്ച വിദ്യാഭ്യാസവുമാണ് പ്രധാനമായും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. രാജ്യത്തെ 14,500 സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളായി ഉയർത്തുമെന്നാണ് കേന്ദ്രം അറിയിച്ചത്. 27,000 കോടി രൂപ പദ്ധതിക്കായി സർക്കാർ വകയിരുത്തി. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകൾക്ക് മാനദണ്ഡങ്ങളുണ്ട്. ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകളാണ് തിരഞ്ഞെടുക്കുന്നത്. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, കുട്ടികളുടെ പഠന നിലവാരം, അധ്യാപകർ തുടങ്ങിയ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സ്കോർ ഏർപ്പെടുത്തി. നഗരപ്രദേശങ്ങളിൽ 70%വും ഗ്രാമപ്രദേശങ്ങളിൽ 60%വും സ്കോർ ലഭിച്ചാൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഇനി എതിർപ്പിന്റെ കാരണങ്ങൾ നോക്കാം. പദ്ധതിയിൽ ചേരണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കേണ്ടതായുണ്ട്. സംസ്ഥാനം, കേന്ദ്രീയ വിദ്യാലയ സംഘടന, നവോദയ വിദ്യാലയ സമിതി എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കേണ്ടത്. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിന് മുൻപായി PM ശ്രീ എന്ന് ചേർക്കണം എന്ന നിബന്ധന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നോട്ട് വച്ചിരുന്നു. പദ്ധതി അവതരിപ്പിച്ചപ്പോൾ തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വിയോജിപ്പ് അറിയിച്ചു. ഡൽഹി, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ സമാനമായ പദ്ധതികൾ അന്നത്തെ ആം ആദ്മി പാർട്ടി സർക്കാരുകൾ നടപ്പിലാക്കിയിരുന്നത് കൊണ്ട് തന്നെ അവർ പദ്ധതിയിൽ ചേരില്ലെന്ന് അറിയിച്ചു. PM ശ്രീ എന്ന് ചേർക്കാൻ കഴിയില്ലെന്ന് പശ്ചിമ ബംഗാളും അറിയിച്ചു. പഞ്ചാബ് പക്ഷേ പിന്നീട് പദ്ധതിയിൽ ചേർന്നു. 1986 വിദ്യാഭ്യാസ നയം പൊളിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ 2020 NEP അവതരിപ്പിച്ചത്. പുതിയ നയത്തിലെ ഹിന്ദിക്കും സംസ്കൃതത്തിനും പ്രാധാന്യം നൽകുന്ന നയത്തിനെതിരെയാണ് തമിഴ്നാട് രംഗത്തെത്തിയത്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഹിന്ദുത്വ നയമാണ് ഇതിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് തമിഴ്നാടിന്റെ ആരോപണം. പശ്ചിമ ബംഗാളും തമിഴ്നാടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കാവ്യവൽക്കരണ നയങ്ങളാണ് NEP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ നയത്തിന്റെ ഉള്ളടക്കം എന്നതാണ് പ്രധാന വിമർശനം. സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയെ ഹിന്ദുത്വവൽക്കരിക്കുകയാണ് നയത്തിന്റെ ലക്ഷ്യമെന്ന വിമർശനം ഇടതു പാർട്ടികളാണ് പ്രധാനമായും ഉയർത്തിയത്. വിദ്യാഭ്യാസത്തിൽ സ്വകാര്യവൽക്കരണവും വർഗീയവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്നും ഇടതുപക്ഷം നിലപാടെടുത്തു. കേരളത്തിൽ PM ശ്രീ പദ്ധതിക്കെതിരെ ശക്തമായ നിലപാടെടുത്തത് CPI ആണ്. CPI എതിർത്തതോടെ 2024 ഡിസംബറിലും പിന്നീട് 2025 ജൂണിലും PM ശ്രീയിൽ ചേരുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഇതോടെ കേന്ദ്ര സർക്കാർ നൽകുന്ന പല ഫണ്ടുകളും ലഭിക്കാതെയായി. സമഗ്ര ശിക്ഷ കേരളം എന്ന വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതിക്കായുള്ള പ്രോഗ്രാം നിലയ്ക്കുന്ന അവസ്ഥയും ഉണ്ടായി. കേന്ദ്ര ഫണ്ടുകൾ സ്ഥിരമായി മുടങ്ങുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ താളം തെറ്റിച്ചു. അങ്ങനെ കേന്ദ്ര ഫണ്ടുകൾ വെറുതെ കളയാനാവില്ലെന്ന് പറഞ്ഞ് PM ശ്രീയിൽ ചേരുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞതോടെയാണ് വിഷയം വീണ്ടും ചർച്ചയായത്. ആരോഗ്യവകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അടക്കമുള്ളവ കേന്ദ്ര നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പല പദ്ധതികൾ നടത്തുന്നുണ്ട്. അതുപോലെ PM ശ്രീക്കായി ഫണ്ട് വാങ്ങിയാലും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യം മുറുകെ പിടിച്ച് തന്നെ മുന്നോട്ട് പോവുകയുള്ളൂവെന്നും മന്ത്രി നിലപാടെടുത്തു. ഒരിക്കൽ ശക്തമായി എതിർക്കുകയും പിന്നീട് മലക്കമറിയുകയും ചെയ്ത സർക്കാർ നിലപാടാണ് വ്യാപകമായി വിമർശിക്കപ്പെടുന്നത്. അതേസമയം പദ്ധതിയിൽ പ്രതിപക്ഷ നിലപാട് വ്യത്യസ്തമാണ്. കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിന് പ്രതിപക്ഷം എതിരല്ല. പക്ഷേ പണം നൽകുന്നതിനൊപ്പം വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കരുതെന്നും പ്രതിപക്ഷം പറയുന്നു. രാഷ്ട്രീയ പോര് മാറ്റി നിർത്തി ചിന്തിച്ചാൽ നൂതന പാഠ്യ പദ്ധതിക്കൊപ്പം മികച്ച ഇന്റേൺഷിപ്പ്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, മാതൃഭാഷയ്ക്കൊപ്പം മറ്റു ഭാഷകളും പഠിക്കാനാവുക എന്നിവയെല്ലാം പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ ലൈബ്രറി, വിവിധ ഗ്രാന്റുകൾ തുടങ്ങിയവ ലഭിക്കും.
ഇതൊക്കെ സത്യമാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുമെന്ന് നമുക്ക് കരുതാം. പദ്ധതിയിൽ കേരളവും പങ്കാളിയായ സ്ഥിതിക്ക് വരും വർഷങ്ങളിൽ നിജസ്ഥിതി കണ്ടറിയാം.